ഹേ ഗായ്സ്, അപ്പൊ ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടോ? പണ്ടൊക്കെ ഉള്ളവരില്ലേ, ഇതേപോലെ നമുക്ക് മാങ്ങ കുറേ ഉള്ള സമയത്തില്ലേ, ആ സമയത്ത് നമുക്ക് അത്ര കാര്യം കഴിക്കാൻ തോന്നില്ല. പക്ഷെ കുറേ കഴിയുമ്പോൾ നമുക്ക് മാങ്ങ കഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് അത് സൂക്ഷിച്ചു വെക്കുന്ന ഒരു രീതിയാണ് ഇത്. അതായത് നല്ല പഴുത്ത മാങ്ങയൊക്കെ പണ്ട് കാലത്ത് പാളയിലായിരുന്നു ഇങ്ങനെ ആ ഒരു മാങ്ങേൻ്റെ പൾപ്പ് എടുത്തിട്ട് ഉരച്ച് വെച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷമാണ് ഇങ്ങനെ ആക്കുന്നത്. എൻ്റെ അമ്മമ്മ ആക്കിയത് കൊണ്ട് തന്നെ ഇത് പാളയിൽ തന്നെയാണ് ആക്കിയിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ പ്ലേറ്റിൽ മാങ്ങ ജ്യൂസ് ആക്കിയിട്ട് പ്ലേറ്റിൽ വെച്ചിട്ട് അങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെങ്കിൽ ഞാനിപ്പം എൻ്റെ കയ്യിലുള്ളത് ഈ പഴയ രീതിയിൽ തന്നെ പാളയിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പം ഇങ്ങനെ നിങ്ങളെ വീടുകളിലുള്ള പഴയ ആൾക്കാർ, അതായത് അമ്മമ്മമാരും അപ്പൂപ്പന്മാരൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അപ്പം എത്ര പേര് ഇതുപോലെ കഴിച്ചിട്ടുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. നല്ല ടേസ്റ്റാണ്. നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ നല്ല രസം ഉണ്ടാവും കഴിക്കാൻ. പുറത്ത് മഴയൊക്കെ ഉള്ള സമയത്ത്, അതായത് ഇത് വേനൽക്കാലത്താണ് ഈ മാങ്ങ സീസണ്. അപ്പം അത് കഴിയുമ്പം ഒരു മഴയൊക്കെ പെയ്യുന്ന സമയത്തായിരിക്കും ഇത് നമുക്ക് കഴിക്കാൻ പാകത്തിനായി വരുന്നത്. അപ്പം ആ സമയത്ത് നല്ല ടേസ്റ്റായിട്ട് ഇത് ഏകദേശം ഒരു മുട്ടായി പോലെ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മിഠായി ഇല്ല, അതേപോലെ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ടൈപ്പാണ്. ജെല്ലി മിഠായി പോലെ ഉണ്ടാവുക. അപ്പം ബൈ.